ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മെട്രിസസ് എന്ന ചാപ്റ്ററിലെ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, അതുപോലെ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്, ഈ രണ്ട് ടോപ്പിക്കുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹെഡിങ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇഫ് എ ബി ആൻ എം ബൈ എൻ മെട്രിക്സ്, എ എന്ന് പറയുന്നത് ഒരു എം ബൈ എൻ മെട്രിക്സ് ആണ്, then the matrix obtained by interchanging the rows and columns of A is called transpose of A. എയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന പുതിയ മെട്രിക്സിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ എന്ന് വിളിക്കുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ഡാഷ് എന്നാണ്, അല്ലെങ്കിൽ എ റേസ് ടു ടി എന്നാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എം ബൈ എൻ ഓർഡർ ആണെങ്കിൽ, എയുടെ ഓർഡർ എം ബൈ എൻ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ്, അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? എൻ ബൈ എം ആയിരിക്കും. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് ട്രാൻസ്പോസിൻ്റെ നമ്പർ ഓഫ് കോളംസ് ആയി മാറിയിട്ടുണ്ടാകും. അതുപോലെ എയുടെ നമ്പർ ഓഫ് കോളംസ് എ ട്രാൻസ്പോസിൻ്റെ നമ്പർ ഓഫ് റോസ് ആയിട്ട് മാറിയിട്ടുണ്ട്. എ ഡാഷിൻ്റെ ഓർഡർ എൻ ബൈ എം മെട്രിക്സ് ആയി മാറിയിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോസ് കണക്കാക്കുന്നതെന്ന് ഈ എക്സാമ്പിളിലൂടെ മനസ്സിലാവും. ഇവിടുത്തെ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഓർഡർ 3/2 ആണ്. എ ട്രാൻസ്പോസിൻ്റെ ഓർഡർ എന്തായി മാറി? 2/3 ആയി മാറി. എങ്ങനെയാണ് അത് ചെയ്യണത്? ഇവിടെ ഫസ്റ്റ് റോ നോക്കുക, 3, 5. എ ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് കോളമായിട്ട് ആ എലമെന്റ്സ് എഴുതാം. ഇവിടുത്തെ ഫസ്റ്റ് റോ എ ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് കോളായിട്ട് എഴുതുക. അതുപോലെ എയുടെ സെക്കൻഡ് റോ എ ട്രാൻസ്പോസിൻ്റെ സെക്കൻഡ് കോളം, എയുടെ തേർഡ് റോ എ ട്രാൻസ്പോസിൻ്റെ തേർഡ് കോളം. അപ്പോൾ ഇവിടെ റോ ആയിട്ട് നമ്മൾ എഴുതുന്ന നമ്പേഴ്സ് എ ട്രാൻസ്പോസിൽ കോളമാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടും. എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റോ ആയിട്ടുള്ള നമ്പേഴ്സ് എ ട്രാൻസ്പോസിൻ്റെ കോളമായിട്ട് എഴുതുക. അത്തരത്തിൽ നമുക്ക് എ ട്രാൻസ്പോസ് എന്ന മെട്രിക്സ് കിട്ടും. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് എ ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസ്. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്, അതായത് എയുടെ ട്രാൻസ്പോസ് നമ്മൾ ചെയ്തു, ഒരിക്കൽ കൂടി എ ട്രാൻസ്പോസിൻ്റെ ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? തിരിച്ച് എ തന്നെ കിട്ടും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ദെൻ കെ എ ട്രാൻസ്പോസ്, കെ എന്ന് പറഞ്ഞാൽ എയിനെ കെ എന്ന് പറഞ്ഞാൽ സ്കെയിലാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടെത്തുന്നതും കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്യുന്നതും സെയിം തന്നെയാണ്. അതുപോലെ എ പ്ലസ് ബി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണുന്നതും എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ചെയ്യുന്നതും സെയിം ആണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. എ ബി ട്രാൻസ്പോസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ട്രാൻസ്പോസ് കണ്ടെത്തിയാൽ അത് എന്തിനോട് ഈക്വൽ ആണ്? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസിനോട് ഈക്വൽ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്ന ഒരു റോ മെട്രിക്സ് ആണ്. എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് വെരിഫൈ ചെയ്യുക. നമ്മളിപ്പോൾ കണ്ട ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. എക്സസൈസിലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. നമ്മൾ എ ബി ആദ്യം കണ്ടുപിടിക്കുക, എ ഇൻറ്റു ബി ചെയ്യുക. എ ബി ചെയ്യുക. ഇവിടെ നമുക്കറിയാം എ എന്ന് പറയുന്ന കോളം മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്നത് റോ മെട്രിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് -2 ഇൻറ്റു 1 ദാറ്റ് ഈസ് -2. അടുത്ത നമ്പർ -2 ഇൻറ്റു 3 ദാറ്റ് ഈസ് -6. -2 ഇൻറ്റു -6 12. അങ്ങനെ നമ്മൾ ഓരോ നമ്പേഴ്സായി മൾട്ടിപ്ലൈ ചെയ്ത് 3/3 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആണ് എ ബി കിട്ടുന്നത്. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടു. ട്രാൻസ്പോസ് കണ്ടപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ റോ എന്ന് പറയുന്നത് എ ബിയുടെ ഫസ്റ്റ് റോ നമ്മൾ എന്താക്കി എഴുതണം? എ ബി ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് കോളം,
സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ഇനി അതിൻ്റെ അടുത്ത പാർട്ട് ചെയ്യാം. എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞപ്പോൾ എയുടെ ഈ കോളം മെട്രിക്സ് റോ മെട്രിക്സ് ആയി. ബി ട്രാൻസ്പോസ്, ബി എന്തായിരുന്നു? റോ ആയിരുന്നു, അത് കോളമായിട്ട് എഴുതി. ഇനി അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്തു. അപ്പോൾ നമുക്ക് അഗെയിൻ നമുക്ക് കിട്ടിയ മെട്രിക്സ് എന്താണ്? ഈ എ ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് അവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളത് വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എ ബി മൾട്ടിപ്ലൈ ചെയ്യണം. ആ കിട്ടുന്ന ആൻസറിൻ്റെ ട്രാൻസ്പോസ് കാണുക, അത് ഒരു സൈഡ് LHS. അതിനുശേഷം എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കണ്ടെത്തുക. എന്നിട്ട് അത് തമ്മിൽ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടെത്തുക. അതിൻ്റെ ആൻസർ എന്ത് തന്നെയായിരിക്കും? എ ബി ട്രാൻസ്പോസിനോട് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത്. ഇനി അടുത്തത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ്. അപ്പോൾ മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ ഒരു 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഈ ഒരു പാർട്ടിൽ വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഒരു സ്ക്വയർ മെട്രിക്സ്, എ എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. ആ സ്ക്വയർ മെട്രിക്സ് സിമെട്രിക് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എ ട്രാൻസ്പോസ് എയോട് ഈക്വൽ ആയിരിക്കണം. അതാണ് സിമെട്രിക് എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ പ്രത്യേകത. സിമെട്രിക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എങ്ങനെയാണ് കിട്ടുക? റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എ ട്രാൻസ്പോസ് കിട്ടും. ആ കിട്ടുന്ന ആൻസർ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നെയായിരിക്കും. ഇന്റർചേഞ്ച് ചെയ്താലും മെട്രിക്സിന് വ്യത്യാസം വരുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സിമെട്രിക് മെട്രിക്സിന്റെ എക്സാമ്പിൾ ആണിത്. √3 2 3. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് ഒന്ന് കണ്ടു നോക്കിയേ. ഈ റോ, ഇത് റോ ആണ്. ഈ റോ കോളമായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. √3 2 3 കണ്ടോ? ഈ റോയും കോളം ഈക്വൽ അല്ലേ? അപ്പോൾ ഇത് എന്താണ്? ട്രാൻസ്പോസ് ആയിട്ട് എഴുതുമ്പോൾ √3 2 3 എന്നാണ് കോളം എഴുതുക, ഫസ്റ്റ് കോളം. അടുത്തതോ ഈ റോ നോക്കിയേ. 2 - 1.5 - 1. അതൊന്ന് കോളമായിട്ട് ആലോചിച്ച് നോക്കിയേ. 2 - 1.5 - 1, അത് തന്നെയാണ് ആ കോളം വന്നിരിക്കുന്നത്, സെക്കൻഡ് കോളം. 3 - 1 1, അത് കോളാക്കി ആലോചിച്ച് നോക്കിയേ. 3 - 1 1. അപ്പോൾ ഇത് ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ് കണ്ടാലും നമുക്ക് എ തന്നെ കിട്ടണം. ഇങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആണ് സിമെട്രിക്. ഇനി നമുക്ക് സ്വന്തമായി എങ്ങനെ സിമെട്രിക് മെട്രിക്സ് എഴുതാൻ പറ്റും? ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ കൃത്യമായി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ സിമെട്രിക് മെട്രിക്സ് എഴുതാൻ പറ്റും? വളരെ എളുപ്പമാണത്. ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞു തരാം. എങ്ങനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എഴുതുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. എന്ത് ചെയ്യണം? ഈ ഡയഗണൽ, ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? ഡയഗണൽ എലമെന്റ്സ് സ്ക്വയർ മെട്രിക്സിന് ഉണ്ടായിരിക്കും. ആ ഡയഗണൽ എലമെന്റ്സ് നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്ത് വരുന്ന എലമെന്റ്സ്, ഇതാണ് ഡയഗണൽ എലമെന്റ്സ്. ഈ ഡയഗണൽ എലമെന്റ്സ് നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാം, ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. അതിന് പ്രത്യേക നിബന്ധനകൾ ഒന്നും തന്നെ സിമെട്രിക് മെട്രിക്സിൽ പറയുന്നില്ല. ഇനി നിബന്ധനകൾ വരുന്നത് എവിടെയാണ്? ഇനി നോക്കാനുള്ളത് ഈ ഡയഗണലിന്റെ 2 സൈഡിലും വരുന്ന എലമെന്റ്സിനാണ് നിബന്ധന വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ പൊസിഷൻ നമുക്കറിയാലോ. ഇത് ഏതാണ് പൊസിഷൻ? ഈ 2 വരുന്ന പൊസിഷൻ ഏതാണ്? 2 വരുന്ന പൊസിഷൻ A12 ആണ്. A12. വീണ്ടും 2 വരുന്ന പൊസിഷൻ എവിടെയാണ്? A21 ആണ്. അപ്പോൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ AIJയും AJIയും AJIയും ഒരേ എലമെന്റ്സ് ആയിരിക്കണം. ഇവിടെ A12ഉം A21ഉം ഒരേപോലെ വന്നു. ഇനി ഏതൊക്കെ ഒരുപോലെ വരണം? അപ്പോൾ നമ്മൾ ഒരു പുതിയതായിട്ടൊരു സിമെട്രിക് മെട്രിക്സ് എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് പറയുന്നത്. ഡയഗണൽ എലമെന്റ്സ് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാം. അടുത്തത് നമുക്കൊരു മെട്രിക്സ് നമ്മൾ എഴുതി കഴിയുമ്പോൾ സിമെട്രിക് ആവണത്, അതിനുള്ള കണ്ടീഷനാണ് പറയുന്നത്. അടുത്തെന്താണ്? A21ൽ നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് തന്നെ 12ലും എഴുതണം. അല്ലെങ്കിൽ A12ൽ ഏത് നമ്പറാണോ എഴുതിയിരിക്കുന്നത് അത് തന്നെ 21ൽ വരണം. അടുത്തത് A
1-3യിൽ നമ്മൾ ഏതാണോ എഴുതിയിരിക്കുന്നത്, ഏത് നമ്പറാണോ എഴുതിയിരിക്കുന്നത് അതെവിടെ വരണം? A31ൽ വരണം. A13യിൽ എഴുതിയിരിക്കുന്ന നമ്പറിനെ A31ൽ എഴുതണം. പിന്നെ അടുത്തത് ഏത് നമ്പറാണ് വരേണ്ടത്? ഈ പൊസിഷൻ ഏതാണ്? A23 ആണിത്. 23. ആ 23യിൽ എഴുതിയിരിക്കുന്ന നമ്പർ തന്നെ എവിടെ എഴുതണം? A32ൽ എഴുതിയിരിക്കണം. A23യിൽ എഴുതിയിരിക്കുന്ന നമ്പർ തന്നെ A32ലും എഴുതണം. ഇങ്ങനെ നമ്മളൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്താൽ അതൊരു സിമെട്രിക് ആകും. അപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് സ്വന്തമായി കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ശരിയാണോ എന്ന് നോക്കാൻ എന്ത് ചെയ്യണം? A ട്രാൻസ്പോസ് എഴുതുക. അപ്പോൾ നമുക്ക് A തന്നെയാണോ ആൻസർ വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണെന്നുള്ളതാണ്. ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് കണ്ടു കഴിയുമ്പോൾ അതെന്തായി കിട്ടും? -A എന്ന് വരും. A ട്രാൻസ്പോസ് കണ്ടു കഴിയുമ്പോൾ -A എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഡയഗണൽ എലമെന്റ്സ് എന്താണ്? 0 ആണ്. കാരണം A ട്രാൻസ്പോസ് കാണുമ്പോൾ നമുക്ക് എന്ത് വരണം? -A വരണം അല്ലേ? ഇപ്പം ഇത് നമ്മൾ റോ കോളമാക്കി എഴുതി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വ്യത്യാസം എന്തായിരിക്കും? ഈ -C വന്ന സ്ഥാനത്താണ് +C വരിക അല്ലേ? -F വന്ന സ്ഥാനത്ത് +F വരും. അതുപോലെ -G വന്ന സ്ഥാനത്ത് +G വരും. അപ്പോൾ ഒരു മൈനസിന്റെ വ്യത്യാസം എല്ലായിടത്തും വരും. ഡയഗണലിന് അങ്ങനെ ഡയഗണൽ മാറണില്ലല്ലോ. റോ കോളായിട്ട് ഇന്റർചേഞ്ച് ചെയ്താലും ഡയഗണൽ മാറണില്ലല്ലോ. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നമുക്ക് സ്വന്തമായി കൺസ്ട്രക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 0 ആയിട്ട് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു ഈ രണ്ട് പൊസിഷനും ഒന്ന് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ അതിന് പകരം ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം ഈക്വൽ ആകണം. പക്ഷെ ഒരെണ്ണം പോസിറ്റീവ് മറ്റേത് നെഗറ്റീവ് ആയിരിക്കണം. അതിൻ്റെ മോഡുലസ് വാല്യൂ ഈക്വൽ ആണ്, പക്ഷെ സൈൻ ഒരെണ്ണം പോസിറ്റീവ് മറ്റേത് നെഗറ്റീവ് ആയിരിക്കണം. അതുപോലെ ഈ രണ്ട് പൊസിഷനുള്ളത് ഇതുപോലെ തന്നെ സൈൻ മാറി വരണം. ഒരെണ്ണം ഇതാണ് പോസിറ്റീവ് എങ്കിൽ ഈ നമ്പർ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അതുപോലെ ഈ രണ്ട് കേസ് എടുക്കുകയാണെങ്കിൽ ഈ രണ്ടിൻ്റെ മോഡുലസ് വാല്യൂ ഈക്വൽ ആണ്, പക്ഷെ അതിൻ്റെ സൈൻ നെഗറ്റീവും പോസിറ്റീവും മാറി മാറി വരണം. അപ്പോൾ ഡയഗണൽ എല്ലാം 0 ആയിരിക്കണം. പിന്നെ കറസ്പോണ്ടിങ് പൊസിഷൻ AIJയും AJIയും ഒരു മൈനസിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഇങ്ങനെ വന്നാലാണ് നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഫോം ചെയ്യാൻ കഴിയുക. B ട്രാൻസ്പോസ് ഈക്വൽ ടു -B എന്ന് പറഞ്ഞ മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുക. ഇനി ഒരു തിയറമാണ്, അതായത് ഫോർ എനി 2 സ്ക്വയർ മെട്രിക്സ് വിത്ത് A, ഏതൊരു സ്ക്വയർ മെട്രിക്സ് A ആയാലും ഏതൊരു സ്ക്വയർ മെട്രിക്സ് ആയാലും വിത്ത് റിയൽ നമ്പർ എൻട്രീസ്, അതിനകത്ത് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ A പ്ലസ് A ട്രാൻസ്പോസ് കണ്ടാൽ അതൊരു സിമെട്രിക് ആയിരിക്കും. അതുപോലെ A മൈനസ് A ട്രാൻസ്പോസ് കണ്ടാൽ അതെന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അതൊരു തിയറാണ്. എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിയറാണ് കേട്ടോ, ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായി റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊരു സ്ക്വയർ മെട്രിക്സ് ദാറ്റ് ഈസ് A, any A, that is equal to half of A plus A transpose plus half of A minus A transpose. ഇപ്പം നമ്മൾ ഈ ഹാഫ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അതുപോലെ ഈ പ്ലസ് എ ട്രാൻസ്പോസും മൈനസ് എ ട്രാൻസ്പോസും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് എ പ്ലസ് ഹാഫ് എ ഈസ് എ. ഇവിടെ ഫസ്റ്റ് തിയറം എന്താ പറയുന്നത്? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്താണ്? സിമെട്രിക് ആണ്. എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണ്? സ്ക്യൂ സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഫസ്റ്റ് പാർട്ട്, ഇവിടുത്തെ ഫസ്റ്റ് പാർട്ട് സിമെട്രിക്കും സെക്കൻഡ് പാർട്ട് സ്ക്യൂ സിമെട്രിക്കുമാണ്. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് എന്താക്കി മാറ്റാം? സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് അതാണ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിൽ
സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആയിട്ട് അവിടെ തന്നിട്ടുള്ള മെട്രിക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇതിനെ 2 പാർട്ടാക്കി മാറ്റണം. എങ്ങനെയാക്കണം? ഒന്ന് സിമെട്രിക് ആയിരിക്കണം, മറ്റത് സ്ക്യൂ സിമെട്രിക് ആവണം. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ്. നമുക്ക് ആദ്യം വേണ്ടത് അതിൻ്റെ ട്രാൻസ്പോസ് ആണ്. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ട്രാൻസ്പോസ് ആദ്യം എഴുതി. റോ എന്ന് പറയുന്നത് കോളാക്കി എഴുതുക. അപ്പോൾ നമുക്ക് ട്രാൻസ്പോസ് കിട്ടും. സിമെട്രിക് മെട്രിക്സ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്? തന്നിരിക്കുന്ന മെട്രിക്സിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം സിമെട്രിക് മെട്രിക്സ് ആണ് എഴുതാൻ പോണത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടില്ലേ, എ ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ ബി ആയതുകൊണ്ട് അതിൻ്റെ പകുതി നമ്മൾ എടുത്തേക്കാണ്, ഹാഫ് ഓഫ് ബി പ്ലസ് ബി ട്രാൻസ്പോസ്. അതിൽ ബി പ്ലസ് ബി ട്രാൻസ്പോസ് നമ്മൾ ആദ്യം ചെയ്യണം. ബി എഴുതണു, ബി ട്രാൻസ്പോസ് എഴുതണം, അത് നമ്മൾ സം ചെയ്യണം. സം ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസറിനെ ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓരോ നമ്പേഴ്സിനെ ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാണ് ആൻസർ കിട്ടുക. ഇനി ഇത് ഇപ്പോൾ കിട്ടിയത് സിമെട്രിക് ആണോ എന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനെ റോയും കോളംസും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുക. പി ട്രാൻസ്പോസ് കാണാം, ഈ റോ കോളാക്കി എഴുതുക. അപ്പോൾ നമുക്ക് സെയിം തന്നെ കിട്ടുന്നു. ഈ രണ്ട് ഇവിടെയുള്ള കറസ്പോണ്ടിങ് നമ്പേഴ്സ് ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ സിമെട്രിക് ആയി. അപ്പോൾ ട്രാൻസ്പോസ് കണ്ടെത്തിയാൽ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടും. അത് സിമെട്രിക് ആയി. അപ്പോൾ ഒരു പാർട്ട് ശരിയായി. ഇനി അടുത്ത പാർട്ട് സ്ക്യൂ സിമെട്രിക്. അപ്പോൾ എന്ത് ചെയ്യുക? ഹാഫ് ഓഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ്, ഹാഫ് ഓഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണാം. അപ്പോൾ നമുക്ക് മൈനസ് ക്യൂ എന്ന ആൻസർ വരും. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഈ പി എന്ന് പറയുന്നത് സിമെട്രിക് ആയിരുന്നു, ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആയിരുന്നു. ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. പി എന്ന് പറഞ്ഞ മെട്രിക്സും സിമെട്രിക് ആയിട്ട് കിട്ടിയ ഹാഫ് പാർട്ടും സ്ക്യൂ സിമെട്രിക് ആയിട്ട് കിട്ടിയ ഹാഫ് പാർട്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് മെട്രിക്സ് ആയ ബി കിട്ടും. അതായത് എന്താണ്, ഇതിപ്പോൾ ബി എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്നുള്ളൂ. ഇതുപോലെ തന്നെ ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായി എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ലാസ്റ്റ് എഴുതേണ്ട സെൻറ്റൻസ് ഇതാണ് കേട്ടോ. നമുക്ക് കിട്ടിയ സിമെട്രിക് മെട്രിക്സ് പ്ലസ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആഡ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിലേക്ക് എത്തിക്കുക. അതാണ് നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത നോക്കാം. ഇതിൻ്റെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ 3. Express the following matrices as sum of symmetric and skew symmetric matrix. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ തന്നിരിക്കുന്ന മെട്രിക്സ് നമ്മൾ അങ്ങനെ തന്നെ എഴുതി, ട്രാൻസ്പോസ് എഴുതി. ട്രാൻസ്പോസ് ഈ മെട്രിക്സിൻ്റെ റോ കോളാക്കി എഴുതിയാൽ അതിൻ്റെ ട്രാൻസ്പോസ് കിട്ടും. എന്നിട്ട് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും വരുന്ന ആ ഇക്വേഷൻ എഴുതുക. എ ആയിട്ടാണ് നമ്മൾ മെട്രിക്സ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എഴുതുക. എന്നിട്ട് അതിൻ്റെ ഒരു പാർട്ടിനെ നമ്മൾ പി ആയിട്ടും മറ്റേ പാർട്ടിനെ ക്യൂ ആയിട്ടും എഴുതുക. അതിനുശേഷം പി കണ്ടുപിടിക്കുക, ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ്, അത് രണ്ടും ആഡ് ചെയ്യുക. എന്നിട്ട് ഹാഫ് കാണാം. ദാറ്റ് ഈസ് 1/2, 6, 6, 6 മൈനസ് 2, 3, 3, 3 മൈനസ് 1. അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടെത്തിയാലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? പി തന്നെ വരും. അപ്പോൾ അത് സിമെട്രിക് ആയി. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ്, അത് ഇതുപോലെ തന്നെ മൈനസ് ചെയ്യുക. നിങ്ങൾ സ്വന്തമായി തന്നെ ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് ആൻസർ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയി. സ്ക്യൂ സിമെട്രിക്കിൻ്റെ ഒരു പ്രത്യേകതയാണത്, ഡയഗണൽ എലമെൻറ്റ്സ് 0 വരും. അതുപോലെ എ ഐ ജെയും എ ജെ ഐയും ഒരു മൈനസിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് സ്ക്യൂ സിമെട്രിക്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ പിയും ക്യൂ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് എ തന്നെ തിരിച്ച് കിട്ടണം. പിയും ക്യൂവും ആഡ് ചെയ്ത് എ കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യണം. എ തന്നെയാണോ നമുക്ക് ആൻസർ വന്നിരിക്കുന്നത്? ഇവിടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. എ എന്ന് തന്നെ ആൻസറാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം
എ പ്ലസ് എ ട്രാൻസ്പോസ് അതിൻ്റെ ഒരു ഹാഫ് കാണാം, അപ്പോൾ നമുക്ക് സിമെട്രിക് കിട്ടും. എ മൈനസ് എ ട്രാൻസ്പോസ് ഹാഫ് കാണാം, അത് സ്ക്യൂ സിമെട്രിക്. ഓരോന്നായി ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് ഇതുപോലെ ആൻസർ കിട്ടും. ഈ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണ്. എ ഐ ജെയും എ ജെ ഐയും വരുന്ന പാർട്ട് ഈക്വൽ ആണ്, അതുകൊണ്ട് അതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. അതുപോലെ അടുത്ത പാർട്ടും ചെയ്യുക, ക്യൂ ചെയ്യുക, അതായത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഹാഫ് എ മൈനസ് എ ട്രാൻസ്പോസ് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയി വരും. അതുപോലെ ഇവിടെ എ ഐ ജെയും എ ജെ ഐയും ഒരു മൈനസിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ക്യൂ ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ, അതായത് ക്യൂ ട്രാൻസ്പോസ് അത് കാണുമ്പോൾ നമുക്ക് മൈനസിൻ്റെ വ്യത്യാസം അവിടെ വരും, അതായത് മൈനസ് ക്യൂ സിമെട്രിക് ആണത്. ഇനി അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? എ തന്നെ കിട്ടണം. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ എ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ആണ്, പക്ഷെ അത് പെട്ടെന്ന് അങ്ങോട്ട് ആൻസറിലേക്ക് ഇതൊന്ന് ചെയ്ത് പഠിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് വേഗം തന്നെ ആൻസർ കിട്ടും. എയും ബിയും സിമെട്രിക് മെട്രിസസ് ഓഫ് സെയിം ഓർഡർ, ദെൻ എ ബി മൈനസ് ബി എ ഈസ് ഡാഷ്. എന്താണത്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണോ, സിമെട്രിക് ആണോ, സീറോ മെട്രിക്സ് ആണോ, ഐഡന്റിറ്റി മെട്രിക്സ് ആണോ? അപ്പം ഇതിനെ കുറച്ച് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എ ബി മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ്. അതെന്താണ്? എക്സ് മൈനസ് വൈ ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ? എ ആണെങ്കിലും ബി ആണെങ്കിലും, ഇവിടെ എ ബി പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എക്സ് വൈ എന്ന് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് ട്രാൻസ്പോസ് മൈനസ് വൈ ട്രാൻസ്പോസ്. ഇനി എ ബി ട്രാൻസ്പോസ് എന്താണ്? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് എന്താണ്? എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ്. ഇനി ബി എ, ദാറ്റ് ഈസ് ഇതെന്തുകൊണ്ടാണ്? ബി ട്രാൻസ്പോസ് ഈ സെയിം ആസ് ബി. എന്തുകൊണ്ടാണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എയും ബിയും സിമെട്രിക് ആണ്. എ ട്രാൻസ്പോസ് ഈസ് എ. അങ്ങനെയാണെങ്കിൽ ബി എ മൈനസ് എ ബി എന്നായി മാറിയത്. അതിൻ്റെ അർത്ഥം എന്താ? അതിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുത്താൽ അത് എ ബി മൈനസ് ബി എ എന്നായി മാറി. എ ബി മൈനസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് നമ്മൾ കണ്ടെത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് മൈനസ് എ ബി മൈനസ് ബി എ എന്നാണ്. മൈനസ് ഓഫ് എ ബി മൈനസ് ബി എ എന്നാണ്. ഇതിൻ്റെ മീനിങ് ഇതെന്തായിരിക്കും? ഈ കിട്ടുന്ന ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? മൈനസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ മെട്രിക്സ് എ ഈസ് ബോത്ത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. ഒരേ സമയം സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും, അപ്പോൾ അതെന്തായിരിക്കും? അപ്പോൾ ആലോചിക്കുക, സിമെട്രിക്കിന്റെ പ്രത്യേകത എന്താ? ഡയഗണൽ എലമെന്റ്സ് ഏത് വേണമെങ്കിലും വരാം. എ ഐ ജെയും എ ജെ ഐയും ഈക്വൽ ആവണം. സ്ക്യൂ സിമെട്രിക്കോ ഡയഗണൽ മസ്റ്റ് ആയിട്ട് 0 ആവണം. എ ഐ ജെയും എ ജെ ഐയും ഒരു മൈനസിന്റെ വ്യത്യാസം ഉണ്ടാവണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരണം എന്നുണ്ടെങ്കിൽ മൈനസിന്റെ വ്യത്യാസം ഉണ്ടാകണം എന്നുള്ള കണ്ടീഷനും ഡയഗണൽ എലമെന്റ്സ് 0 ആകണം എന്നുള്ള കണ്ടീഷനും ഒരുമിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഡയഗണൽ മെട്രിക്സ് ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് എടുത്താൽ അങ്ങനെ വരുമ്പോൾ അത് 0 വരില്ലല്ലോ. സ്ക്വയർ മെട്രിക് വെറുതെ ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് എടുത്തു കഴിഞ്ഞാലും അത് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും സാറ്റിസ്ഫൈ ചെയ്യില്ല. അതേസമയം 0 മെട്രിക്സ് ആണെങ്കിലോ അത് സിമെട്രിക്കും സ്ക്യൂ കറസ്പോണ്ടിങ് എലമെന്റ്സ് 0 വന്നാൽ, അതായത് എ ഐ ജെയും എ ജെ എയും 0 ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മൈനസിന്റെയോ പ്ലസിന്റെയോ പ്രശ്നം വരണില്ല. അപ്പോൾ അത് ഒരേ സമയം സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് 0 മെട്രിക്സ് ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, അപ്പം അതിനു വേണ്ടി ഒരുപാട് സമയം കളയേണ്ടതില്ല. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ പഠിച്ചു വയ്ക്കണം, അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ എന്ന് പറയുന്നത് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ. ഇതും ആ മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും ആഡ് ചെയ്താൽ ഐ എന്നാണ് ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്താണ്? അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസ് നമുക്ക് ചെയ്തു നോക്കാം.
എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതി, അതിൻ്റെ ട്രാൻസ്പോസ് എഴുതി. അത് ഐഡൻറ്റിറ്റി 2/2 ഓർഡർ ആയിരുന്നു, അപ്പോൾ ഐഡൻറ്റിറ്റി 2/2 ഓർഡറാണ്. ഇനി ഓരോന്ന് ആഡ് ചെയ്യുക. കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ 2 കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ ആൽഫ 0, സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ 0, കോസ് ആൽഫ പ്ലസ് കോസ് ആൽഫ 2 കോസ് ആൽഫ. ദാറ്റ് ഈസ് 2 കോസ് ആൽഫ എന്തിനോട് ഈക്വൽ ആണ്? 1 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് ആൽഫ 1/2 ആണ്. ആൽഫ എന്ന് പറയുന്നത് ആൽഫ കോസ് ആൽഫ 1/2 വരുന്നത് π/3 ആണ്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി π/3. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടെത്തുന്നത്. കോസ് ആൽഫ 1/2 ആയതുകൊണ്ട് ആൽഫയുടെ വാല്യൂ π/3. ഒന്ന് ചെയ്ത് നോക്കിയാൽ കൃത്യം ആൻസർ, വെറുതെ കറക്കി കുത്താതെ നിൽക്കണ്ട, അഡീഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായി ചെയ്ത് നോക്കി നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഇവിടെ കോസ് ആൽഫ 1/2 വരുന്ന വാല്യൂ എന്ന് പറയുന്നത് π/3 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി ഇത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള 2 ക്വസ്റ്റ്യൻസ്. ഇത് A+B ഹോൾ ട്രാൻസ്പോസ്, A+B ആദ്യം കണ്ടെത്തണം, പിന്നെ അതിൻ്റെ ട്രാൻസ്പോസ് ചെയ്യണം. അത് എന്തിനോട് ഈക്വൽ ആവണം? A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. ഇത് അതിൻ്റെ മൈനസ്. ഇത് പ്രോപ്പർട്ടീസ് ആണ്, ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്ന, അത് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ A ട്രാൻസ്പോസ് ഇൻറ്റു A ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി ആണോ കിട്ടുന്നതെന്ന് നോക്കുക. A ട്രാൻസ്പോസ് ഇൻറ്റു A ചെയ്യുമ്പോഴും I തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി സബ്മിറ്റ് ചെയ്യുക. താങ്ക് യു.